നമസ്കാരം. കോൺഗ്രസിൻ്റെ ശവപ്പെട്ടിയിലടിക്കാനുള്ള അവസാന ആണിയും കൊണ്ട് നടക്കുകയാണ് വി.ഡി. സതീശൻ. സ്വന്തം തറവാട് കുളം തോണ്ടാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു രാഷ്ട്രീയ ദുരന്തം. അന്ന് രാജീവ് ഗാന്ധി ഭാരതത്തിൽ ചെയ്ത അതേ ചരിത്രപരമായ അബദ്ധം ഇന്ന് വി.ഡി. സതീശൻ കേരളത്തിൽ ആവർത്തിക്കുന്നു. വോട്ട് ബാങ്കിന് വേണ്ടി അന്തസ്സും രാഷ്ട്രീയവും പണയം വെക്കുന്ന കോൺഗ്രസിൻ്റെ ഈ പോക്ക് രാഷ്ട്രീയ അന്ത്യത്തിലേക്ക് തന്നെയാണ്. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കണം. 1980കളിൽ ഷബാനു കേസിൽ സുപ്രീം കോടതി ഒരു പാവപ്പെട്ട സ്ത്രീക്ക് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചു. അതൊരു വിപ്ലവകരമായ തീരുമാനമായിരുന്നു. എന്നാൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയില്ലേ? മതമൗലികവാദികളുടെ ഭീഷണിക്ക് മുമ്പിൽ മുട്ടുമടക്കി കോടതി വിധി അട്ടിമറിക്കാൻ പാർലമെന്റിൽ നിയമം കൊണ്ടുവന്നു. സ്വന്തം വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ നീതിയെ കുഴിച്ചുമൂടിയ രാജീവ് ഗാന്ധിയുടെ ആ തീരുമാനമാണ് കോൺഗ്രസിലെ ഇന്നത്തെ ഈ ഗതിയിലെത്തിച്ചത്. ഇന്ന് കേരളത്തിൽ സതീശൻ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു കുട്ടിപ്പതിപ്പാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും പുച്ഛിച്ച് തള്ളിക്കൊണ്ടൊരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ വോട്ട് പെട്ടിയിലാക്കാൻ സതീശൻ നടത്തുന്ന നെട്ടോട്ടം കാണുമ്പോൾ ആർക്കും ചിരി വരും. മതേതരത്വം എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ പ്രീണനം മാത്രമാണെന്ന് സതീശൻ ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല വിഷയത്തിൽ അയ്യപ്പ ഭക്തരെ വഞ്ചിച്ച പിണറായി വിജയൻ്റെ അതേ പാതയിലാണ് സതീശനും സഞ്ചരിക്കുന്നത്. ക്ഷേത്ര വിശ്വാസങ്ങളെയും ആചാര്യന്മാരെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന സതീശൻ താൻ വലിയൊരു വിപ്ലവകാരിയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ കസർത്തുകളെല്ലാം ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ നിന്നുള്ള കയ്യടിക്ക് വേണ്ടിയാണെന്നത് സാധാരണക്കാരൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. സതീശൻ തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിനായി വർഗീയ സംഘടനകളുടെ പടിവാതിക്കൽ കാത്തു നിൽക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ മുതിർന്ന നേതാക്കളെ പോലും വെട്ടിനിരത്തി മുസ്ലിം ലീഗിന്റെയും മറ്റ് മതമൗലിക ഗ്രൂപ്പുകളുടെയും ബി ടീമായി കോൺഗ്രസിനെ മാറ്റിയെടുക്കാനാണ് ഇദ്ദേഹത്തിന്റെ ശ്രമം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വികസന പദ്ധതികൾ കേരളത്തിലെ ഓരോ വീട്ടിലും എത്തുമ്പോൾ അത് വീടായാലും ഗ്യാസ് കണക്ഷനായാലും ശുദ്ധജലമായാലും അവിടെ ജാതിയോ മതമോ നോക്കാറില്ല. ഭാരതീയൻ എന്ന ഒറ്റ ഒരു വികാരമാണ് BJP നയിക്കുന്നത്. എന്നാൽ സതീശൻ സംസാരിക്കുന്നത് ഭിന്നിപ്പിൻ്റെ രാഷ്ട്രീയമാണ്. മതേതരത്വത്തിൻ്റെ ലേബലിൽ വർഗീയത വിളമ്പുന്ന സതീശൻ കേരളത്തിലെ സാംസ്കാരിക പൈതൃകത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്നു. മുസ്ലിം ലീഗിന് മുന്നിൽ നട്ടെല്ല് വളച്ചു നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിന് അപമാനമാണ്. പണ്ട് രാജീവ് ഗാന്ധി ഡൽഹിയിൽ ചെയ്ത അബദ്ധം കേരളത്തിൽ ആവർത്തിക്കുന്ന സതീശൻ സത്യത്തിൽ BJPയുടെ വളർച്ചയ്ക്ക് വളമിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. രാജീവ് ഗാന്ധി വിതച്ച വർഗീയ വിഷവിത്തുകൾ ഇന്ന് കോൺഗ്രസിനെ രാജ്യത്തു നിന്നും തുടച്ചു നീക്കി. അതുപോലെ വി.ഡി. സതീശൻ കേരളത്തിൽ വിതയ്ക്കുന്ന വർഗീയ വിത്തുകൾ കോൺഗ്രസിനെ അറബിക്കടലിലെത്തിക്കും. സതീശൻ എത്രയൊക്കെ TV ക്യാമറകൾക്ക് മുമ്പിൽ ആക്രോശിച്ചാലും ജനങ്ങൾക്കിടയിൽ ഇദ്ദേഹം ഒരു പരിഹാസ കഥാപാത്രമായി മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ പോലും ഇന്ന് സതീശനെ തള്ളിപ്പറയുകയാണ്. പഴയ രാജീവ് ഗാന്ധി മോഡൽ പ്രീണനം കേരളത്തിൽ നടപ്പിലാക്കാൻ നോക്കുന്ന സതീശന്റെ ഗതിയും രാജീവ് ഗാന്ധിയുടേത് പോലെയാകും. അതായത് രാഷ്ട്രീയ വനവാസം. കേരളത്തിൻ്റെ മണ്ണിൽ ഇനി വർഗീയ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ല. ഇനി ഇവിടെ വികസനത്തിൻ്റെ താമര വിരിയും. നരേന്ദ്രമോദിജി നയിക്കുന്ന നവഭാരത നിർമ്മാണത്തിൽ കേരളവും പങ്കാളികളാകും. സതീശൻ്റെയും സംഘത്തിൻ്റെയും വർഗീയ കളികൾക്ക് ജനങ്ങൾ ബാലറ്റിലൂടെ മറുപടി നൽകും. ഓർക്കുക, വഴി തടയുന്നവനും വികസനം തടയുന്നവനും വിശ്വാസികളെ വഞ്ചിക്കുന്നവനും ഇനി കേരള മണ്ണിൽ സ്ഥാനമില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.